ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിവാദം സർക്കാരിനെതിരെ ആയുധമാക്കി പ്രതിപക്ഷം. സംസ്ഥാന പോലീസ് അന്വേഷിച്ചാൽ സത്യം പുറത്തു വരില്ലെന്നും സിബിഐ അന്വേഷണം വേണമെന്നും UDF കൺവീനർ അടൂർ പ്രകാശ് ആവശ്യപ്പെട്ടു. ദേവസ്വം ബോർഡുകൾക്കെതിരെ SNDP മുഖപത്രം യോഗനാഥത്തിൽ വെള്ളാപ്പള്ളി നടേശൻ വിമർശനമുന്നയിച്ചു. നിയമസഭാ സമ്മേളനം നടക്കുന്ന സമയമായതുകൊണ്ട് സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്താനുള്ള പ്രധാനപ്പെട്ട ആയുധമായിട്ടാണ് ശബരിമല സ്വർണ്ണപ്പാളി വിവാദം പ്രതിപക്ഷം കാണുന്നത്. CBI അന്വേഷണ ആവശ്യം മുന്നോട്ട് വെക്കുകയാണ് പ്രതിപക്ഷം. കോടതിയുടെ ചുമതലയിൽ കോടതിയുടെ നിർദ്ദേശാനുസരണം തീർച്ചയായിട്ടും ഒരു അന്വേഷണം നടക്കണം. ആ അന്വേഷണം ഇവിടെ ക്രൈംബ്രാഞ്ചിനെയും മറ്റും ഏൽപ്പിച്ചാൽ ആ അന്വേഷണം ഒരു നീതിയുക്തമായിട്ടുള്ള ഒരു അന്വേഷണം ആയിരിക്കില്ല എന്ന അഭിപ്രായമാണ് UDFനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. താൻ ചുമതലക്കാരനായിരിക്കെ ശബരിമലയിൽ നിന്ന് ഒരു തരി പൊന്നുപോലും പോയിട്ടില്ലെന്ന് മുൻ ദേവസ്വം പ്രസിഡന്റ് പത്മകുമാർ. ശബരിമലയുമായി ബന്ധപ്പെട്ട് ഒരു കഴഞ്ചു പോലും എന്തെങ്കിലും ഒരു മോശത്തരം ചെയ്യാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല, ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ സത്യസന്ധമായി അന്വേഷണം നടത്തി കുറ്റവാളികളായിട്ടുള്ളവരെ ശിക്ഷിക്കപ്പെടണം എന്ന കാര്യത്തിൽ എനിക്ക് തർക്കമില്ല. ദേവസ്വം ബോർഡുകൾക്കെതിരെ SNDP മുഖപത്രം യോഗനാഥത്തിൽ വിമർശനമുണ്ടായി. ദേവസ്വം ബോർഡ് എന്ന വിഴുപ്പ് ഭാണ്ഡം പേറി സർക്കാർ നാറ്റം സഹിക്കേണ്ട. ദേവസ്വം ജീവനക്കാരും ഇടനിലക്കാരും ഉൾപ്പെട്ട ഗൂഢസംഘങ്ങൾ ക്ഷേത്രങ്ങളിൽ വിളയാടുകയാണ്. ക്ഷേത്ര നടത്തിപ്പിനായി ജാതി വേർതിരിവുകൾ ബാധിക്കാത്ത രീതിയിൽ ഒരു പരീക്ഷണത്തിന് സർക്കാർ മുതിരണമെന്നും വെള്ളാപ്പള്ളി നടേശൻ എഴുതിയ എഡിറ്റോറിയലിൽ പറയുന്നുണ്ട്. മീഡിയ 1 തിരുവനന്തപുരം.